എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമുക്കറിയാം, ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ CPM അൻവർ ബന്ധത്തെക്കുറിച്ചല്ലാണ്ട് വേറെ എന്തോ വരയ്ക്കാനാണ്. കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ അൻവർ ഇങ്ങനെ ലക്കും ലഗാനും ഇല്ലാതെ CPMനെതിരെ തിരിഞ്ഞപ്പോൾ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. വിഷപ്പാമ്പിന് പാല് കൊടുത്താൽ പോലും അതുങ്ങൾ പോലും, അത് MV ഗോവിന്ദനാണോ AK ബാലനാണോ പറഞ്ഞത്, ഏതോ ഒരു നേതാവാണ്, വിഷപ്പാമ്പിന് പാല് കൊടുത്താൽ പോലും അത് ഇങ്ങനൊന്നും കടിക്കത്തില്ലെന്ന്. അത് വെറുതെയാണ്, അത് നേതാവിൻ്റെ ഒരു തോന്നലാണ്. പാമ്പിന് പാല് കൊടുത്താൽ അത് തിരിഞ്ഞു വന്ന് കടിക്കുമെന്നാണ് പഴഞ്ചൊല്ല്. അത് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത് അങ്ങനെ. പാമ്പിന് പാല് കൊടുത്ത് വളർത്തിയാൽ അത് തിരിഞ്ഞ് കടിക്കുമെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു ചെറിയ കടിയെ ഇതിനെയും ചെറിയ കടിയായി മാത്രം ഇതിനെയും കണ്ടാൽ മതി. അപ്പം കഴിഞ്ഞ ദിവസം അൻവർ നിലമ്പൂർ ഒരു പൊതുസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അതിനകത്ത് നടത്തിയ പ്രസംഗവും അതിൽ പങ്കെടുത്ത ജനബാഹുല്യവും എല്ലാം കണ്ട് CPM തന്നെ ഏതാണ്ട് അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് ഒരു ചെറിയ പാമ്പല്ല, ഇദ്ദേഹം ഒരു ചെറിയ പാമ്പല്ല എന്നുള്ളതാണ് ഇപ്പോൾ CPMന് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഈ പാമ്പിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു കാർട്ടൂണാണ് നമ്മൾ ഈ ആഴ്ച വരയ്ക്കുന്നത്. അതായത് ഈ പാമ്പിന് പാല് കൊടുത്ത് അതിനെ പാലൂട്ടി താരാട്ടി ഇവർക്ക് ഇഷ്ടമില്ലാത്ത എല്ലാവരെയും കടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടയ്ക്കകത്ത് കൊണ്ടു നടക്കുന്ന ഒരു പാമ്പാട്ടിയായിരുന്നു പിണറായി വിജയനും CPMും. അപ്പോൾ ഇദ്ദേഹം പാലൂട്ടി താരാട്ടിയ ഒരു സ്നേഹം കൊണ്ട് ഇദ്ദേഹം അവർ ചൂണ്ടിക്കാണിച്ച് എല്ലാവരെയും ഓടിച്ചിട്ട് കടിക്കുകയും ചെയ്തിരുന്നു. മറുനാടൻ മലയാളി, രാഹുൽ ഗാന്ധി, അങ്ങനെ നിരവധി രാഷ്ട്രീയ രംഗത്തെ എതിരാളികളെ എല്ലാവരും ഓടിച്ചിട്ട് കടിക്കുകയുണ്ടായി. അന്നേരമൊക്കെ ഇവർക്ക് ഭയങ്കര ആഹ്ലാദമായിരുന്നു. ഇതുപോലെ ആകണം നേതാവ്, ഇതുപോലെ ആകണം ഒരു സ്വതന്ത്ര MLA എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ വിഷസർപ്പത്തിൻ്റെ വിഷദംഷ്ട്രകൾ അവരുടെ പാർട്ടിക്കെതിരെ തന്നെ വന്നപ്പോഴാണ് ഇതൊരു വിഷപ്പാമ്പാണെന്നും അതിന് നമ്മളിതുവരെ പാല് കൊടുത്തെന്നും ഒക്കെ ഈ നേതാക്കന്മാർക്ക് ബോധ്യമായത്. അതായത് അൻവറിൻ്റെ ചെയ്തികളെക്കുറിച്ച് നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. പുറമ്പോക്ക് പതിച്ച് സ്വന്തമാക്കിയതും പരിസ്ഥിതി സംബന്ധമായ കേസുകളും സ്വർണ്ണക്കടത്ത്, നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പം ഇപ്പോൾ വലിയ പാവങ്ങളുടെ കാര്യം പറയുന്ന ആൾ സ്വർണം കുഴിക്കാനായിട്ട് ആഫ്രിക്കയിലായിരുന്നു. അപ്പം ഇതെല്ലാം ഇവർ കണ്ണടച്ച് ഈ വിഷപ്പാമ്പിനെ അങ്ങ് സ്വതന്ത്രമായിട്ട് മേയാനായിട്ട് വിട്ടിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ കടി കിട്ടിയത്, അപ്പോഴാണ് അത് മോശമായത്. അപ്പം ഈ വിഷപ്പാമ്പിൻ്റെ ദംശനമേറ്റ് പിടയുന്ന CPMൻ്റെ ഈ അവസ്ഥയെപ്പറ്റി നമുക്ക് ഒരു കാർട്ടൂൺ വരയ്ക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇട്ടിട്ടുണ്ട്. വിഷപ്പാമ്പ് അതിൻ്റെ സകല ശൗര്യത്തോടും കൂടി, വിഷപ്പാമ്പ് നമ്മുടെ അൻവറാണ്, അത് നമുക്കവിടെ ഒന്ന് എഴുതി വെക്കാം. അദ്ദേഹത്തിന് പാലുകൂട്ടി താലാട്ടി വളർത്തിയിരുന്ന പിണറായി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. ഈ പാല് കൊടുത്ത പാമ്പ് കൊത്താൻ വരുന്നത് കണ്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പാൽക്കുപ്പിയും കൂടെ പിടിപ്പിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഒരു കൈ കൊണ്ട് ഈ മകുടിയും മറ്റേ കൈ കൊണ്ട് പാലും കൂടെ നമുക്ക് പിടിപ്പിക്കാം. അത് റഫിട്ട് ഇച്ചിരി മാറിപ്പോയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. ഒരു കൈയിൽ മകുടിയും മറ്റേ കൈയിൽ പാലുമാണ്. നമ്മൾ നേരത്തെ വരച്ചിരുന്നത് മാറ്റിയിട്ട് ഒരു പാൽക്കുപ്പിയും കൂടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്താൽ അൻവറിന് പാല് കൊടുത്താൽ. പിന്നെ ഇതിൻ്റെ ചെറിയ ചില പരിപാടികളോടുണ്ട്. നമുക്ക് കമ്പ്യൂട്ടറിലൊന്ന് ഇട്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ഒന്നുകൂടെ കാണാം.